ശശാങ്ക് എന്നും റോഷനിനോട് സംസാരിക്കാനായി അവളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ പോകുകയാണ് ചെയ്തത്. എന്നാൽ ഒരു ദിവസം ശശാങ്ക് അവിടെ വരാണ്ടായപ്പോ റോഷനിക്ക് അവനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ആക്ച്വലി ശശാങ്ക് ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ സെൽ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവൻക്ക് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻക്ക് ഷാ പറയാൻ കിട്ടില്ലായിരുന്നു. ഷാക്ക് പകരം അവൻ സാ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ പേര് പോലും ശശാങ്ക് എന്ന് പറയേണ്ടടുത്ത് അവൻ സസാങ്ക് എന്നാണ് പറയാറ്. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവൻക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കമ്പനിയിൽ എന്ത് മീറ്റിംഗ് ഉണ്ടായാലും എന്ത് പ്രസന്റേഷൻ ഉണ്ടായാലും ഇവൻ അതിൽ പങ്കെടുക്കേയില്ല. ഇവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആ ഒരു കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത്. അവനാന്ന് വെച്ചാൽ മീറ്റിംഗ് ഉള്ള ദിവസമോ അല്ലെങ്കിൽ പ്രസന്റേഷൻ ഉള്ള ദിവസമോ ഒക്കെ ഇവൻ എങ്ങനെയെങ്കിലും ഒക്കെ അറിയിക്കും. ആ ഒരു ടൈമും അറിയിച്ചു കൊടുക്കും. ആ ഒരു കറക്റ്റ് ടൈമില് അമ്മക്ക് വയ്യാന്നോ ഗ്രാൻഡ് മക്ക് വയ്യാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശശാങ്ക് എങ്ങനെയെങ്കിലും ആ ഒരു കമ്പനിയിൽ നിന്ന് മുങ്ങിയിരിക്കും. അങ്ങനെ ഇത്രയും വർഷവും അവൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്ട് ഒരു പ്രസന്റേഷൻ കൊടുക്കാണ്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ശശാങ്കിന് ജോലിയിൽ പ്രൊമോഷൻ ഒന്നും കിട്ടാത്തത്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള റോഷിനി ഒരു മാഗസിൻ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഫോട്ടോ എഡിറ്റർ ആയിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അവളുടെ ബോസിനെ അവൾക്ക് അത്രക്ക് അങ്ങോട്ട് പിടിക്കൂല. അവര് തമ്മിൽ തീരെ ഒരു കെമിസ്ട്രി ഉണ്ടായില്ല. കെമിസ്ട്രി മീൻസ് ഇവള് സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികളൊന്നും ബോസിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇവളെ ചീത്തൊക്കെ പറയായിരുന്നു. റോഷിനിക്ക് ഒരുപാട് കല്യാണാലോചനകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവളെല്ലാതും റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. റോഷിനി ഒരു വലിയ കുപ്പി ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവൾക്ക് കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവളുടെ മൂക്ക് ഭയങ്കര വലുതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു അപകർഷതാ ബോധം അവൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവള് ആ ഒരു മൂക്കിന്റെ വലുപ്പം മറയ്ക്കാനായിട്ട് കണ്ണ് കണ്ടിട്ട് പോലും ആ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ റോഷിനെ പെണ്ണ് കാണാനായിട്ട് ശശാങ്ക് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റോഷിനിക്ക് ഒട്ടും തന്നെ അവനോട് സംസാരിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശശാങ്ക് ആണെന്ന് വെച്ചാൽ റോഷിനെ കണ്ടപാടെ ഇഷ്ടപ്പെടാണ്. അവര് രണ്ടുപേരും ടെറസിന്റെ മുകളിൽ പോയി സംസാരിക്കുന്നുണ്ട്. അവര് നല്ല കമ്പനി ആയിട്ട് തന്നെ സംസാരിക്കാണ്. എന്താണ് നിന്റെ കമ്പനിയിൽ സെൽ ചെയ്യുന്നതെന്ന് റോഷിനി ശശാങ്കിനോട് ചോദിക്കുമ്പോ വാഷിംഗ് മെഷീൻ എനിക്ക് പറയാൻ കിട്ടില്ലല്ലോ, അവൻ വാഷിംഗ് മെഷീൻ എന്ന് പറയാണ്. പക്ഷെ അവള് പ്രത്യേകിച്ച് അതിന് കളിയാക്കിയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ മഴ വരുന്നുണ്ട്, അവിടെ തുണികളെല്ലാം തോരിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശശാങ്ക് റോഷിനിയും കൂടി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെ ശശാങ്ക് റോഷിനിക്ക് തന്നെ ഇഷ്ടമാവുന്നതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ശശാങ്ക് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും റോഷിനി എനിക്കിപ്പോ കല്യാണത്തിന് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ശശാങ്കിനും നല്ലായി വിഷമാവുന്നുണ്ട്. ഇപ്പൊ അവൻ റോഷിനിനോട് എന്തുകൊണ്ടാണ് അവൻ ഇഷ്ടപ്പെടാത്തെന്നുള്ള കാരണം വിളിച്ചു ചോദിക്കാന്ന് വിചാരിച്ചാല് റോഷിനി അപ്പൊ തന്നെ കോള് കട്ട് ചെയ്യാണ്. ഒന്ന് സംസാരിച്ചു പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻക്ക് ആ ഒരു കാര്യം അറിയാണ്ട് ഒട്ടും തന്നെ സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന് ഇപ്പൊ ദിവസേന റോഷിനിയുടെ കമ്പനിയുടെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുന്നത്. പക്ഷെ അവളൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകാണ്. അങ്ങനെ അവസാനം അവൾ സംസാരിക്കുമ്പോൾ ഇനി എന്നെ പിന്നാലെ വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മുതൽ ശശാങ്ക് അവൾ ശല്യം ചെയ്യാനായിട്ട് അവിടേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. സോഷ്യൽ മീഡിയയിൽ അവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അവൻ വേറെ ഒരു പെണ്ണിനായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ട് അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.